ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കുവാണ്. ഞങ്ങൾ 21-ാം തീയതിയാണ് ആസാമിലെത്തിയത്. ആസാമിലെ ഗോഹട്ടിയിൽ. അന്ന് ഞങ്ങൾ ആസാമിലെ പ്രസിദ്ധമായ കാമാഖ്യ ടെമ്പിൾ ദർശനം നടത്തി. 365 ദിവസവും തിരക്കുള്ള ക്ഷേത്രമാണത്. ഞങ്ങൾ ഏതാണ്ട് 12:30 ഉച്ചയ്ക്ക് ക്യൂ നിന്നിട്ട് രാത്രിയിലെ 7 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. നല്ല ദർശനം കിട്ടി. കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ ഗോഹട്ടിയിൽ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അവിടുന്ന് മൂവ് ചെയ്ത് ഷില്ലോങ്ങിലേക്ക്, മേഘാലയ മൂവ് ചെയ്തു. ഷില്ലോങ്ങിൽ സ്റ്റേ ചെയ്യാനായിട്ടാണ് മൂവ് ചെയ്തത്. അതിനെ പറഞ്ഞോട്ടെ, ഞങ്ങളൊരു 23 പേരുടെ ഗാങ്ങാണ്. അത് ഞാൻ ആദ്യം വിട്ടുപോയി പറയാനായിട്ട്. 23 പേരുടെ ഗാങ്ങാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, എല്ലാവരും തന്നെ റിട്ടയർ ആയ ആൾക്കാരാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഷില്ലോങ്ങിലേക്ക് മൂവ് ചെയ്തു. ഓൺ ദ വേ ടു ഷില്ലോങ്, ബ്രഹ്മപുത്ര നദിയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉമാനന്ദ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. ആ ഉമാനന്ദ ടെമ്പിള് നമ്മൾ ബോട്ടിൽ വേണം എത്താനായിട്ട്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ചെന്നിട്ട് സ്റ്റെപ്സ് കയറി വേണം ആ ടെമ്പിളിലോട്ട് ചെല്ലാനായിട്ട്. ഏതാണ്ട് കുറേ സ്റ്റെപ്പുകൾ, എനിക്ക് തോന്നുന്നു ഒരു 150 സ്റ്റെപ്പുകളോളം കയറിയിട്ടുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ ബ്രഹ്മപുത്ര നദിയുടെ നടുക്കൊരു ഹില്ല് എന്ന് പറയാം നമുക്ക്. അതിലാണ് ആ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ പിന്നെ പോകുന്നത് പോലീസ് ബസാർ ഫോർ പർച്ചേസ്. വളരെ വലിയൊരു ബസാറായിരുന്നു. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അവിടെ നിന്ന് വന്ന് ഷില്ലോങ്ങിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ചിറാപുഞ്ചിക്കാണ് മൂവ് ചെയ്തത്. ചിറാപുഞ്ചി ചെറുപ്പം മുതലേ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം, എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലം എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. വന്ന എല്ലാവരുടെയും തന്നെ ആഗ്രഹമായിരുന്നു ചിറാപുഞ്ചി വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ചിറാപുഞ്ചിക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് ക്ലൗഡി ആയിരുന്നു. പിന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഒരു സണ്ണി ഡേ അല്ലായിരുന്നു. ഇടയ്ക്കൊരു മഴച്ചാറ്റിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഓൺ ദ വേ ടു ചിറാപുഞ്ചി 2 വാട്ടർഫോൾസ് കാണാൻ പറ്റി. ഒന്നിൻ്റെ പേര് ബക്കബ വാട്ടർഫോൾസ്, മറ്റേത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് മൗസ്മൈ കേവ്, ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഫോസിൽസ്. മൗസ്മൈ കേവിൽ എത്താൻ പറ്റി. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. മൗസ്മൈ കേവിൽ കൂടിയുള്ള യാത്ര. 150 മീറ്ററാണ് ആ കേവിൻ്റെ ഒരു ലെങ്ത്ത്. അതിൻ്റെ താഴെ ഒന്നും ഫ്ലോറൊന്നും ഒരു നിരപ്പായിട്ടല്ല, ഫോസിൽസ് ആണ് മാക്സിമം. അതിൽ കൂടി കടന്ന് പുറത്തു വന്നു. വളരെ നല്ല അനുഭവം. അവിടെ എത്തിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിറാപുഞ്ചിയിലെ മഴയും നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ഇതാ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യുന്നു, ലാക്കപ്പൂർ എന്നുള്ള ഹോട്ടലിൽ. ഓക്കേ.